ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫ്ലോറ ഹോം ഗാർഡൻ. കഴിഞ്ഞ ദിവസം ആനി ചേച്ചിയുടെ ഫ്ലവർ ഷോയുടെ പാർട്ട് 1 ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്നതിൻ്റെ പാർട്ട് 2 ആണ്. പാർട്ട് 1 ഇട്ടപ്പോൾ തന്നെ ഒരു പാർട്ട് 2 ഉണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. കാരണം ഒരു വീഡിയോയിൽ കൊള്ളുന്നതിൽ കൂടുതൽ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒറ്റ വീഡിയോയിൽ തന്നെയായിട്ടാണ് അത് ഞാൻ എടുക്കുന്നതെന്നുണ്ടായിരുന്നെങ്കിൽ ഒരു വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകുമായിരുന്നു. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് 2 വീഡിയോ ആയിട്ട് എടുത്തത്. പിന്നെ അവിടെ ചെന്ന് കാണുമ്പോൾ എല്ലാവരും ഓർക്കിഡ് ചെടികൾ എങ്ങനെയാണോ നടുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടായിരുന്നു അനുശേഷി ഓർക്കിഡ് ചെടികൾ നട്ടിരുന്നത്. നമ്മൾ സാധാരണ എപ്പോഴും കാണുന്നത് ഹാങ് ചെയ്ത രീതിയിലാണ് ഓർക്കിഡ് ചെടികൾ നടുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷേ ഇവിടെ എല്ലാം സ്റ്റാൻഡിൽ ഇങ്ങനെ വച്ച് ആ രീതിയിലുള്ള അതുപോലെ സാധാരണ ചട്ടികളിലായിരുന്നു ഓർക്കിഡ് ചെടികൾ നട്ടിരുന്നത്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഒരു വ്യത്യാസമായിട്ട് തോന്നി. പിന്നെ നിറച്ച് ഫ്ലവറായിരുന്നു, എല്ലായിടത്തും നിറച്ച് ഫ്ലവറായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇന്ന് അനുചേച്ചി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എങ്ങനെയാണ് ഇത്രയും പൂക്കളുണ്ടാകുന്നത്, അതിന് അനുചേച്ചി എന്തൊക്കെ ഫെർട്ടിലൈസറാണ് കൊടുക്കണേന്നുള്ളതെല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. അപ്പം നമുക്ക് വീഡിയോ കാണാം. ഓർക്കിഡ് ചെടികൾ നട്ടുപിടിപ്പിക്കുന്നവരുടെ എല്ലാവരുടെ ആഗ്രഹമാണ് നിറച്ചു പൂക്കളുണ്ടാകുക എന്നുള്ളത്. അപ്പോൾ അതിന് എന്തൊക്കെ ഫെർട്ടിലൈസറാണ് ചേച്ചി കൊടുക്കണേ എന്നുള്ളത് ചേച്ചിയുടെ വാക്കുകളിലൂടെ നമുക്ക് കേൾക്കാം.
ഫെർട്ടിലൈസർ ഞാൻ കൊടുക്കുന്നത് മെയിനായിട്ട് വേനൽക്കാലത്ത് ഓർഗാനിക്കും വർഷക്കാലത്ത് NPK കൊടുക്കണേ. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് നമ്മൾ ആ പൂക്കളെ അത്രമാത്രം സ്നേഹിച്ചിട്ട് വേണം ഇതിനെ പരിപാലിക്കാൻ. അപ്പോൾ ആ പരിപാലനത്തിന് ഒരു ഊഷ്മളത കൂടും, മനസ്സിലായ. പിന്നെ NPK കൊടുക്കുക, 19 കൊടുക്കുക, 15 ദിവസത്തിലൊരിക്കൽ കാൽസ്യം നൈട്രേറ്റ് എല്ലാം 1 ലിറ്ററിൽ 2 ഗ്രാം വെച്ച് കൊടുക്കുക. പിന്നെ മാസത്തിലൊരിക്കൽ ഫംഗിസൈഡ് കൊടുക്കുക. പിന്നെ നിങ്ങൾ ഓർഗാനിക് നമ്മളുടെ യുക്തിക്ക് അനുസരിച്ച് ഓരോരുത്തരും ഓരോ തരങ്ങൾ ഇഷ്ടം പോലെ ഇപ്പോൾ യൂട്യൂബിലൊക്കെ പറയുന്നില്ലേ, അതൊക്കെ നല്ലത് തന്നെയാണ്. അപ്പം ഞാൻ അധികം കൊടുക്കുന്നത് വേനൽക്കാലത്ത് ഓർഗാനിക്കാണ്. നമ്മളുടെ കപ്പലണ്ടി പിണ്ണാക്കും ചാണകവും എല്ലുപൊടി കഞ്ഞിവെള്ളം ഉപ്പില്ലാത്ത കഞ്ഞിവെള്ളം ഇതൊക്കെ പുളിപ്പിച്ച് അത് ഡൈല്യൂട്ട് ചെയ്തിട്ട് ഇപ്പം നിങ്ങൾക്ക് സാധിക്കാവുന്നവർക്ക് കാലത്തെ ആ ഒരു നന ഈ ഓർഗാനിക് ഫെർട്ടിലൈസറിൽ കൂടി അങ്ങോട്ട് ആ പരിപാടിയെ കഴിക്കാം. അപ്പോൾ പിന്നെ അധികം ലോഡ് വീട്ടമ്മമാർക്ക് വരുന്നില്ല. നനയും പ്ലസ് വളമായി. പക്ഷേ വളം എപ്പോഴും നിങ്ങൾ സ്പ്രേ ചെയ്യുമ്പോൾ വളരെയധികം ഡൈല്യൂട്ട് ചെയ്തിട്ട് ചെയ്യണം. പിന്നെ ഗോമൂത്രം കിട്ടാൻ വഴിയുള്ളവർക്ക് ഡെയിലി 1 ലിറ്ററിന് ഒരു 5 ml ഗോമൂത്രം അതിൽ ഒഴിക്കുകയാണെങ്കിൽ വളരെ നല്ല റിസൾട്ടാണ് കിട്ടുക. ഇത് അല്ലെങ്കിൽ പിന്നെ ഗോമൂത്രം 10 ഇരട്ടി വെള്ളം ചേർത്ത് കൊടുക്കണം. അല്ലെങ്കിൽ ഡെയിലി ഒരു 5 ml 1 ലിറ്ററിൽ കൊടുത്താൽ അത് ഡെയിലി അങ്ങനെ അങ്ങോട്ട് ആ റൊട്ടീൻ പൊക്കോളും. പിന്നെ കാൽസ്യം വിത്ത് ബോറോൺ കൊടുക്കുക. അതെന്ന് വെച്ചാൽ ഇതിൻ്റെ സ്റ്റെമ്മിനും ഇതിനൊക്കെ നല്ല സ്ട്രോങ് ആവാനും പൂക്കൾ നല്ല ഭംഗിയാവാനും ഒക്കെ ഓരോന്നിനും ഓരോ ഇതുണ്ട് മൂലകങ്ങൾ ഇതിന്. പൂക്കൾ ഭംഗി വയ്ക്കാൻ, പൂക്കൾ നല്ല വലിപ്പം വരാൻ, ഇതിനൊക്കെ എല്ലാ ന്യൂട്രീഷ്യൻസും ഇതിനാവശ്യമാണ്. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ NPK ഈ വളക്കടയിലെല്ലാം നിങ്ങൾക്ക് കിട്ടും. ന്യൂട്രീഷൻ ഫുഡ് കിട്ടും. NPK 19 ഒക്കെ മാറി ചെയ്യാം. ഒരിടത്തിൻ്റെ മാത്രം ഡിപ്പെൻഡ് ചെയ്യരുത്. അങ്ങനെല്ലാം ഓരോന്ന് മാറി. ഏറ്റവും നല്ലത് ഓർഗാനിക്കാണ്. അത് വേനൽക്കാലത്ത്. വർഷക്കാലത്ത് ഇതൊക്കെ അവോയ്ഡ് ചെയ്യുക. കാരണം ചീച്ചലിനുള്ള സാധ്യതകൾ കൂടും. അപ്പോൾ അതുകൊണ്ട് വർഷക്കാലത്ത് നിങ്ങൾ NPK ഡിപ്പെൻഡ് ചെയ്യുക. വേനൽക്കാലത്ത് നിങ്ങൾ ഓർഗാനിക് കൊടുക്കുക. പക്ഷെ വേനൽക്കാലത്ത് ഓർഗാനിക് കൊടുക്കുമ്പോഴും നേരിയ തോതിലൊരു NPK അതിലിട്ട് കൊടുക്കുന്നതും വളരെ റിസൾട്ട് ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രീതി അതാണ്. ഞാൻ എന്നും ഓർഗാനിക് കൂടെ ഏതെങ്കിലും ഒരു NPK, ഒന്നുകിൽ കാൽസ്യം അല്ലെങ്കിൽ എപ്സം സാൾട്ട് അല്ലെങ്കിൽ 19 അതുപോലെ അങ്ങനെ എന്തെങ്കിലും ഒരു ഓർഗാനിക് വളത്തിൽ കൂടെ അത് കൂട്ടിക്കൊടുക്കും. നാനോ യൂറിയ ഇങ്ങനെ അത് കരുതി എല്ലാം ഡെയിലി അളവ് കൂട്ടി അടിച്ചാൽ ചെടി നശിക്കും. പ്രത്യേകം പറയുന്നു, വളരെയധികം മൈന്യൂട്ട് ചെയ്തിട്ട് ചെയ്യണം വളപ്രയോഗം. ആനി ചേച്ചി വിൽപ്പനയ്ക്ക് വേണ്ടി റെഡിയാക്കി വെച്ചിരിക്കുന്ന സീഡ്ലിങ്ങുകളാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്.
നല്ല ഹെൽത്തി ആയിട്ടുള്ള എല്ലാ വെറൈറ്റിയുടെയും സീഡ്ലിങ്ങുകൾ അവിടെ അവൈലബിൾ ആണ്. നേരിട്ട് തന്നെ ആർക്കെങ്കിലുമൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ നേരിട്ട് തന്നെ ചെന്ന് വാങ്ങിക്കാനുള്ളൊരു സൗകര്യം അനുസരിച്ച് അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ അനുചേച്ചിയുടെ നമ്പർ ഇടാൻ വിട്ടുപോയി. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അനുചേച്ചിയുടെ നമ്പർ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് ചെന്ന് ഈ ഫ്ലവർ ഷോ ചെന്ന് കാണണമെന്നുണ്ടെങ്കിലും അല്ലാതെ ചെടികൾ നേരിട്ട് ചെന്ന് വാങ്ങിക്കണമെന്നുണ്ടെങ്കിലും അനുചേച്ചിയുടെ ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് വിളിച്ചിട്ട് ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ വഴിയും മറ്റ് ഡീറ്റെയിൽസും പറഞ്ഞു തരുന്നതാണ്. പിന്നെ ഞാൻ ഇവിടുന്ന് പോയത് ട്രെയിനിലാണ്. ഇരിങ്ങാലക്കുടയിൽ ഇറങ്ങിയതിന് ശേഷം 6 കിലോമീറ്ററേ ഉള്ളൂ. അവട്ടത്തൂർ എന്നാണ് ചേച്ചിയുടെ സ്ഥലത്തിൻ്റെ പേര്. കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ സമീപമായിട്ടാണ് വീട്. അപ്പം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ എത്തിച്ചേരാൻ പറ്റുന്നതേ ഉള്ളൂ. അല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വഴി അറിയാനായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ ഇട്ടിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന നല്ല നല്ല വീഡിയോസ്, ചെടികളുമായി ബന്ധപ്പെട്ട നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. പിന്നെ ഈ വീഡിയോ കാണുന്നതിൻ്റെ ഇടയിൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും മറക്കാതെ തന്നെ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ ചെടികൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും മറക്കരുത്. കഴിഞ്ഞ വീഡിയോയിൽ തന്ന അതേ സപ്പോർട്ട് തന്നെ ഈ വീഡിയോയിൽ ഉണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ട് കൂടുതൽ ചെടികളുടെ വിശേഷവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.